ഓക്കെ, നമ്മളിപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്പോൾ ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്യുവൽ നേച്ചറിൻ്റെ ക്വസ്റ്റ്യനാണ്. ഡ്യുവൽ നേച്ചർ വാസ് പ്രപ്പോസ്ഡ് ബൈ ലൂയിസ് ഡി ബ്രോഗ്ലി. ഇതിനകത്ത് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കണ്ടുപിടിക്കുക, അതാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കണ്ടുപിടിക്കുക. ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഡി ബ്രോഗ്ലി വേവ്ലെങ്തിൻ്റെ ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു h/mv ആണ് ഡി ബ്രോഗ്ലി വേവ്ലെങ്തിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക. എന്നിട്ട് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുപിടിക്കേണ്ട ലാംഡയാണ്, ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് നമ്മൾ കാണാണ്ട് പഠിക്കണം. 6.626 ഇൻറ്റു 10⁻⁻34 ആണ് എച്ച് എപ്പോഴും. അത് കാണാണ്ട് പഠിക്കേണ്ടതാണ്, അതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പിന്നെ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിൻ്റെ ഈ പറയുന്ന മാസ് നമ്മൾ കാണാൻ പഠിക്കണം. ചിലപ്പോൾ തന്നിട്ടുണ്ടാകും, പക്ഷെ എപ്പോഴും തരണം നിർബന്ധമില്ല. അത് 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമ്മൾ കാണാൻ പഠിച്ചോളണം. പിന്നെ ഉള്ളത് വി ആണ്. വി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാകും വിത്ത് എ വെലോസിറ്റി 1.6 ഇൻറ്റു 10⁻6 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻6. ഓക്കെ, ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ് എനിക്ക് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുക. ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക, മേലിലും താഴെയും ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം കാൽക്കുലേറ്ററിൽ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഫൈനൽ ഉത്തരം തെറ്റും. ഇത് കാൽക്കുലേറ്ററിൽ ഇട്ട ഉത്തരം കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് എ ബോൾ ഓഫ് മാസ് 0.1 കിലോഗ്രാം. വേവ് ലെങ്ത്തിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ അത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, ലാംഡ ഈസ് ഈക്വൽ ടു h/mv ആയിരിക്കും. ലാംഡയാണുള്ള വേവ് ലെങ്ത് അറിയത്തില്ല. എച്ച് എന്ന് വെച്ചാൽ 6.626 ഇൻറ്റു 10⁻34. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് 0.1 കിലോഗ്രാം. കൃത്യം കിലോഗ്രാമിലേക്ക് തന്നിട്ടുണ്ട്, ഒന്ന് കൺവേർട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. 0.1 എന്ന് എടുക്കുക. വെലോസിറ്റി 10 m/s ആണ്, ഇൻറ്റു 10 എന്ന് കൊടുക്കുക. ഓക്കെ, ചെയ്തെടുത്താൽ മതി. നമുക്ക് ലാസ്റ്റ് എപ്പോഴും ഉത്തരം കിട്ടുന്നത് മീറ്ററിലായിരിക്കും, കാരണം ലാംഡ വേവ് ലെങ്ത് അല്ല. ഫൈനൽ ഉത്തരം നിങ്ങൾക്ക് എത്രയോ മീറ്റർ ആയിരിക്കും, കാരണം ലാംഡ വേവ് ലെങ്ത് ആണ്, ലെങ്ത് അല്ലേ. ഫൈനൽ ഉത്തരം മീറ്ററിലായിരിക്കും. അടുത്ത, റൈറ്റ് ദ ഓർബിറ്റൽ റെപ്രസെൻറ്റേഷൻ ഫോർ ദ ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ്. ഇതിൻ്റെ ഓർബിറ്റൽ റെപ്രസെൻറ്റേഷൻ പറയാം. ഫസ്റ്റ് ഇതിനൊരു കാര്യം ഓർത്തോളണം, ഈ n എത്രയാണോ അതായിരിക്കും ആ ഓർബിറ്റലിൻ്റെ ഷെല്ലിൻ്റെ നമ്പർ. ഇത് ഫസ്റ്റത്തെ നമ്പർ എപ്പോഴും അത് തന്നെ ആയിരിക്കും, 3. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ആ ഓർബിറ്റലിൻ്റെ നമ്പർ എപ്പോഴും 3, 5 എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം, കാരണം ഇവിടെ n രണ്ടാമത്തിൽ 5 ആണ്. കഴിഞ്ഞു. ഇനി 3s ആണോ 3p ആണോ 3d ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇപ്പോൾ 3യിലാണ് തുടങ്ങണമെന്ന് മനസ്സിലായി. n ആയിരിക്കും ഫസ്റ്റത്തെ നമ്പർ എന്താണെങ്കിലും. ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചേക്ക്, എല്ലിൻ്റെ നമ്പർ. ഓക്കെ, ആ ഓർബിറ്റലിൽ ഇപ്പോൾ നമുക്ക് എല്ല് തന്നേക്കുന്നത് 0 ആണെങ്കിൽ അത് എസ് ആയിരിക്കും. എല്ല് തന്നേക്കുന്നത് 1 ആണെങ്കിൽ അത് പി ആയിരിക്കും. എല്ല് തന്നേക്കുന്നത് 2 ആണെങ്കിൽ അത് ഡി ആയിരിക്കും. എല്ല് തന്നേക്കുന്നത് 3 ആണെങ്കിൽ അത് എഫ് ആയിരിക്കും. ഇവിടെ ഫസ്റ്റത്തേൽ എല്ല് തന്നേക്കുന്നത് 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? 1 എന്ന് പറഞ്ഞാൽ പി ആണ്. ഇത്രേ ഉള്ളൂ, ജസ്റ്റ് എളുപ്പമാണ്. സോ ഇറ്റ്സ് 3p. രണ്ടാമത്തത് എല്ല് തന്നേക്കുന്നത് 0 ആണ്. 0 എന്ന് വെച്ചാൽ എന്താണ്? എസ് ആണ്. സോ രണ്ടാമത്തത് 5s ആയിരിക്കും. സോ n 3ഉം l 1ഉം ആണെങ്കിൽ അത് 3p ആയിരിക്കും. n 5ഉം l 0 ആണെങ്കിൽ അത് 5s ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ വാല്യൂസ് ഓഫ് ഓൾ ക്വാണ്ടം നമ്പേഴ്സ് ഫോർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ സോഡിയം ആറ്റം. സോഡിയം ആറ്റത്തിൻ്റെ ലാസ്റ്റത്തെ ഇലക്ട്രോൺ. ഇതൊരിത്തിരി ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. സോഡിയം ആറ്റത്തിൻ്റെ അകത്ത് നമുക്കറിയാം, സോഡിയത്തിൻ്റെ അകത്ത് മൊത്തം 11 ഇലക്ട്രോൺസ് ഉണ്ട്. സോഡിയം എണ്ണയെന്നാണ്, അത് 11 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ 11 ഇലക്ട്രോൺസിൻ്റെ അകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് എഴുതണം നമ്മൾ. ഓക്കെ, സോ സോഡിയം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 1s2, 2s2, 2p6, പിന്നെ അതുപോലെ തന്നെ 3s1 എന്ന് പറയും. കണ്ടില്ലേ, അവസാനത്തെ ഇലക്ട്രോൺ അത് 3sലാണ് പോയി നിൽക്കണം. അങ്ങനെ അത്ര എളുപ്പ വഴി. ഓക്കെ, ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ആ എക്സ്ട്രാ ഇലക്ട്രോൺ പോയി നിൽക്കുന്ന എവിടെയാണ്? അത് 3sലാണ് പോയി നിൽക്കണം. അപ്പോൾ ഒരു കാര്യം നോക്കാം, നമുക്കിപ്പോൾ 3sൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ 3sലാണ്. സോ 3sലാണെങ്കിൽ അവിടുത്തെ n എത്രയായിരിക്കും? അത് 3 തന്നെ ആയിരിക്കും. ഇവിടുത്തെ l എത്രയായിരിക്കും? 3s അല്ലേ. എസിൻ്റെ l എന്താ? അത് 0 ആയിരിക്കും. എസിൻ്റെ l വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, l വാല്യൂ 0 ആണെങ്കിൽ m വാല്യൂ എൽ എത്രയാണോ അതിൻ്റെ നെഗറ്റീവ് മുതൽ പോസിറ്റീവ് വരെ. ഓക്കെ,
ഇപ്പോൾ എൽ വാല്യൂ 0 ആണെങ്കിൽ എം വാല്യൂ -0 മുതൽ +0 വരെ ആയിരിക്കും. ഈ -0യും +0 എന്നൊക്കെ പറഞ്ഞാൽ 0 തന്നെയല്ലേ, അതുകൊണ്ട് എം വാല്യൂ എന്തായിരിക്കും, അതും 0 തന്നെ ആയിരിക്കും. ഇപ്പോഴൊരു കാര്യം ഓർത്തോണേ, ഇപ്പോൾ എൽ വാല്യൂ 5 ആണെങ്കിൽ എം വാല്യൂ -5 മുതൽ +5 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ഇവിടെ എൽ വാല്യൂ 0 ആയതുകൊണ്ട് എം വാല്യൂ, എമ്മിൻ്റെ വാല്യൂ -0 മുതൽ +0 വരെ ആയിരിക്കും. പക്ഷേ രണ്ടും ഒന്ന് തന്നെ ആയതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അതുകൊണ്ട് 0 തന്നെ എടുക്കാം. പിന്നെ എസ് എപ്പോഴും ഒന്നില്ലെങ്കിൽ +12 അല്ലെങ്കിൽ -12 ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഉത്തരം കേട്ടോ. എസ് ഇങ്ങനെ അത് നമുക്ക് പറയാൻ പറ്റില്ല അത് ഏതാണെന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ഫോർ എ മെറ്റൽ ഈസ് 7.0 × 10⁻14. ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് കൈനറ്റിക് എനർജി ചോദിച്ചിട്ടില്ല. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, കാണാതെ പഠിച്ചുകൊണ്ട് പ്രിൻറ്റിൽ കിടപ്പുണ്ട്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു H × ന്യൂ മൈനസ് ന്യൂ 0. ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി. ദ കൈനറ്റിക് എനർജി ഓഫ് എൻ എമിറ്റഡ് ഇലക്ട്രോൺ, സെക്കൻഡ് പാർട്ട് ഒന്ന് വായിച്ചു നോക്കണേ. വെൻ റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി 1.0 × 10⁻15 ഹിറ്റ്സ് ദ മെറ്റൽ. അപ്പോൾ നമ്മൾ മെറ്റലിൽ ഹിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ഈ ന്യൂ 0 ആണ് എന്ത്, ത്രഷോൾഡ് ഫ്രീക്വൻസി. അതായത് മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ദി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ടു ഹാപ്പൻ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ എഴുതി വെച്ചേക്കാം. എച്ച് എന്ന് വെച്ചാൽ എപ്പോഴും അറിയാലോ, എച്ചിൻ്റെ വാല്യൂ 6.626 × 10⁻34 ആയിരിക്കും. ഓക്കെ, പിന്നെ ഇനി ന്യൂവിൻ്റെ വാല്യൂ, ന്യൂ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി. ഓക്കെ, കൊടുക്കുന്ന ഫ്രീക്വൻസി, അതായത് ഇത് ഈ മെറ്റലൊന്ന് ഹിറ്റ് ചെയ്യത്തില്ലേ, അതായിരിക്കും ഇത്. 1.0 × 10⁻15 1.0 × 10⁻15 മൈനസ് ന്യൂ 0 എന്താ, 7.0 × 10⁻14. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുക, ഉത്തരം കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അതും കഴിഞ്ഞു. അടുത്ത്, റൈറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ് ഷെൽ വിത്ത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ L = 2. അത് L = 2 ഉണ്ടെങ്കിൽ ആ സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും. നമ്മൾ കാര്യം ഓർക്കണം, ഇപ്പോൾ എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതെന്തായിരിക്കും, അത് S ആയിരിക്കും. എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അത് P ആയിരിക്കും. എല്ലിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ അത് D ആയിരിക്കും. എല്ലിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ അത് F ആയിരിക്കും. എസ്സിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺ. പിയിൽ 6 ഇലക്ട്രോൺ. ഡിയിൽ 10 ഇലക്ട്രോൺ. പിന്നെ 4 കൂടി വരും. എഫിലാണെങ്കിൽ 14 ഇലക്ട്രോൺ. അപ്പോൾ നമ്മുടെ L = 2 വരുവാണെങ്കിൽ, L = 2 വരുമ്പോൾ അത് D ആയിരിക്കും. ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 10 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം 10 ആണ്. ഓക്കെ, ആൻസർ 10 ആണ്. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഫോർ ദി ഫസ്റ്റ് ലൈൻ ഇൻ ലൈമാൻ സീരീസ്. ലൈമാൻ സീരീസിൽ ഫസ്റ്റത്തെ ലൈനിൻ്റെ വേവ് ലെങ്ത്. ഇപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കുക ലൈമാൻ സീരീസിൻ്റെ ഓഫ് ദ ഫസ്റ്റ് ലൈൻ കേട്ടോ. ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ലൈമാൻ സീരീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. ഓക്കെ, ലൈമാൻ സീരീസാണ്. അപ്പോൾ അങ്ങനെ സീരീസ് ഒക്കെ തന്നിട്ട് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റത്തെ ഇക്വേഷൻ വേവ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ആണ് കേട്ടോ. വേവ് നമ്പർ ഈസ് ഈക്വൽ ടു, ഓക്കെ, വേവ് നമ്പർ നമ്മളിത് ഇങ്ങനെ എഴുതും, വേവ് നമ്പർ ഈസ് ഈക്വൽ ടു 1/λ ഈസ് ഈക്വൽ ടു, ഓക്കെ, വേവ് നമ്പർ എന്ന് വെച്ചാൽ 1/λ ആണ്, ഈസ് ഈക്വൽ ടു RH × 1/n1² മൈനസ് 1/n2². ഇത്ര എഴുതി വെക്കുക. ഓക്കെ, വേവ് നമ്പർ ഇതാണ് എൻ്റെ സിമ്പിൾ. ഓക്കെ, വേവ് നമ്പറിൻ്റെ സിമ്പിൾ ദറ്റ് ഈസ് ഈക്വൽ ടു 1/λ × 1/λ ഈസ് ഈക്വൽ ടു RH × 1/n1² മൈനസ് 1/n2². ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി RH അല്ലെങ്കിൽ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ ആയിരിക്കും. RH എന്ന് 6 നോക്കി നിങ്ങൾക്ക് എഴുതാം. അത് ഓൾറെഡി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കാണാതെ പഠിക്കണം. 109677 അത് കാണാതെ പഠിക്കാം. ഇനി നമുക്ക് ഈ N1 ഉം N2 കണ്ടുപിടിക്കണം. N1 ഉം N2 കണ്ടുപിടിക്കണം. ഇപ്പോൾ N1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ സീരീസ് ആണ് നോക്കാം. ലൈമാൻ സീരീസാണ്. ലൈമാൻ സീരീസിൻ്റെ അകത്ത് നമുക്കറിയാം, ലൈമാൻ സീരീസ് ബാമർ സീരീസ് വരെ തുടങ്ങണേ. ഇപ്പോൾ ലൈമാൻ സീരീസിൻ്റെ N1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. അത് എപ്പോഴും ഫസ്റ്റത്തെ സീരീസ് ആയതുകൊണ്ട് N1 1 ആയിരിക്കും. ഈ ബാമർ ആണെങ്കിലോ
ബാമർ ആണെങ്കിൽ N1 2 ആയിരിക്കും, പാഷൻ ആണെങ്കിൽ N1 3 ആയിരിക്കും, അങ്ങനെ. ഓക്കെ, N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും ആവും, അത് തൊട്ടപ്പുറത്തുള്ള ഏത് നമ്പർ വേണമെങ്കിലും ആവും. ഇപ്പോൾ 1 ആണെങ്കിൽ അടുത്ത് 2 3 4 ഇങ്ങനെ ആയിരിക്കും പോവുക. ബാമർ ആണെങ്കിൽ ഇപ്പോൾ 2 തുടങ്ങണേ, N1 2 അല്ലേ, N1 2 ആണെങ്കിൽ അടുത്ത് 3 4 5 ഇങ്ങനെയായിരിക്കും തുടങ്ങുക. ഓക്കെ, അപ്പോൾ N1 ലൈമാൻ സീരീസിൽ N1 എന്ന് വെച്ചാൽ 1 ആണെന്ന് മനസ്സിലായി. ചോദ്യം ലൈമാൻ സീരീസിൻ്റെ ആണ്, അവിടുത്തെ N1 1 ആണെന്ന് മനസ്സിലായി. പക്ഷേ N2 എന്താണ് ചോദ്യം നോക്കി. ഫസ്റ്റ് ലൈൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ആൾ ആരാണ്? 2 ആണ്. അപ്പോൾ അതുകൊണ്ട് N2 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം ന്യൂ അല്ലെങ്കിൽ 1/λ എന്ന് പറയുന്നത് 1/λ എന്ന് പറയുമ്പോഴത്തേക്ക് RH 109677 ഇൻറ്റു 1/n1². ഇപ്പോൾ 1/1² എന്ന് വരും, മൈനസ് 1/n2², ഇത് 1/2² എന്ന് വരും. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരമാണ് മേളിൽ എഴുതി വെച്ചത് 8227.75 cm/-1. ഓക്കെ, ഒന്ന് ഓർത്തേക്കണം, ഇതിൻ്റെ യൂണിറ്റ് cm/-1 ആയിരിക്കും. ഈ ആറിൻ്റെ അതേ യൂണിറ്റ് ആയിരിക്കും 1/λ യൂണിറ്റ് കേട്ടോ. 1/λ യൂണിറ്റ് ഇതായിരിക്കും. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരമാണിത്. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലാംഡയാണ്. ഓക്കെ, ചോദ്യം ലാംഡ അല്ല, കണ്ടുപിടിക്കേണ്ട വേവ് ലെങ്ത് ആണ്. 1/λ അല്ല, ലാംഡ കണ്ടുപിടിക്കേണ്ടത്. വേവ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, വേവ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചെയ്താൽ മതി. പക്ഷേ ചോദ്യം വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. വേവ് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തിരിച്ചിട്ടാൽ മതി. ഇതും തിരിച്ചിട്ടാൽ മതി. 1/8227.75 cm/-1 ആണല്ലോ. ആ സംഭവം തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താ കിട്ടുക? 1.21 × 10⁻⁻5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. ഇപ്പോൾ വേവ് നമ്പർ cm/-1 വേവ് ലെങ്ത്ത് നമുക്ക് കിട്ടുന്ന സെൻറ്റിമീറ്ററിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തത്, an electron is moving with a velocity of 2.5 × 10⁻⁶ m/s. ഓക്കെ, ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വെലോസിറ്റി 2.5 × 10⁻⁶ m/s ആണ്. അതിൻ്റെ അൺസർട്ടനാലിറ്റി, ഇപ്പോൾ വെലോസിറ്റി നമുക്കറിയാം, വെലോസിറ്റി ഇപ്പോൾ തന്നെ എഴുതിയേക്കാം. v = 2.5 × 10⁻⁶ ആണ് m/s. അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ അൺസർട്ടനാലിറ്റി ഇൻ പൊസിഷൻ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈസൻബർഗ്സ് അൺസർട്ടനാലിറ്റി പ്രിൻസിപ്പിളാണ്. ആ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ Δx × m Δv = ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കൊടുക്കണമല്ലോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും Δx × m Δv ഈക്വൽ ടു എന്ന് പറയാതിരിക്കും ചെയ്യുക. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈക്വൽ ടു ഇട്ടായിരിക്കും ചെയ്യുക. പരീക്ഷ കഴിയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പറഞ്ഞ് ചെയ്യും, പ്രോബ്ലം ചെയ്യുമ്പോൾ ഈക്വൽ ടു ഇട്ടായിരിക്കും ചെയ്യുക. ഇനി ഇവിടെ അവർ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി 2.5 × 10⁻⁶ ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് വെലോസിറ്റി അല്ല, Δv വേണ്ട. പറഞ്ഞിട്ടുണ്ട് അൺസർട്ടനാലിറ്റി ഇൻ വെലോസിറ്റി 0.1%. 0.1% ആണ് അൺസർട്ടനാലിറ്റി ഇൻ വെലോസിറ്റി. അപ്പോൾ ആ സംഭവത്തിൻ്റെ 0.1% Δv എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ 0.1% എന്ന് പറഞ്ഞേക്കണം. വെലോസിറ്റി 2.5 × 10⁻⁶ ആണ്. അതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മളതിന് 0.1 × 2.5 × 10⁻⁶. ഓക്കെ, അതായത് പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 0.1/100 × 2.5 × 10⁻⁶ എന്ന് കിട്ടും. ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2.5 × 10⁻³ എന്ന് കിട്ടും. ഇതിലോട്ട് 2.5 × 10⁻³ m/s എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അത് ഇത്രയേ ഉള്ളൂ. ആ പേഴ്സൻറ്റേജിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 0.1 × നമ്മുടെ വെലോസിറ്റിയുടെ വാല്യൂ /100. ഓക്കെ, പേഴ്സൻറ്റേജിൽ ഉള്ളതിനെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഓർത്തേക്കണേ. പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ×100 ചെയ്യും. പേഴ്സൻറ്റേജിലുള്ളതിനെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ /100 ചെയ്യും. അത്ര ഓർത്താൽ മതി. നമുക്ക് Δv കിട്ടി.
ഇനിയിപ്പോൾ നമുക്ക് നേരെ ചെയ്യാം. ചോദ്യം അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ നമുക്ക് വേണ്ടത് ഡെൽറ്റ എക്സ് ആണ്. ഒരു കാര്യം ചെയ്യാം, ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് എടുക്കാം. h/4π ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ എമ്മും ഡെൽറ്റ വിയും മേലെയും താഴത്തേക്ക് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്രത്യേകിച്ചൊന്നുമില്ല. എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻³ നമുക്ക് നേരത്തെ അറിയാം. പിന്നെ 4πയിൽ 4, പിന്നെ പൈയുടെ വാല്യൂ 3.14. ഇവിടെ വന്നേക്കുന്ന ആൾ ഇലക്ട്രോൺ ആയതുകൊണ്ട് മാസ് തന്നിട്ടില്ല, പക്ഷേ ഇലക്ട്രോണിൻ്റെ മാസ് കാണാണ്ട് പഠിക്കണം. 9.1 ഇൻറ്റു 10⁻³ എന്നറിയാം. ഇൻറ്റു ഡെൽറ്റ വി എന്താണ്? ഡെൽറ്റ വി 2.5 ഇൻറ്റു 10⁻³ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ മേളിൽ നിന്നാണ് ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ബാമർ സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ബാമർ സീരീസ് ഓഫ് ദ ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം അപ്പിയർ ഇൻ ദ വിസിബിൾ റീജിയൻ. ഓക്കെ, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ. വേവ് നമ്പർ വെച്ചാൽ വേവ് ലെങ്ത് അല്ല. വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/λ ഇസ് ഈക്വൽ ടു 1/λ ഏതിലും കുഴപ്പമില്ല, വേവ് നമ്പറായി വെച്ചേക്കണേ. നമുക്ക് RH ഇൻറ്റു 1/n1² മൈനസ് 1/n2². പിന്നെ ഇവിടെ ഈ RH വാല്യൂ തന്നിട്ടുണ്ട്, റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. അത് എപ്പോഴും ഉറപ്പിക്കാൻ പറ്റത്തില്ല, ഒന്ന് ജസ്റ്റ് പറ്റിയാൽ കാണാതെ പഠിക്കാം. 109677 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യാം. കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ ഓഫ് ദ സെക്കൻഡ് ലൈൻ. ഇനി ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? RH അറിയാം. ഓക്കെ, RH എന്ന് വെച്ച് കഴിഞ്ഞാൽ 109677 ആയിരിക്കും. പിന്നെ ചോദ്യം നമ്മുടെ ബാമർ സീരീസാണ്, ലൈമാൻ സീരീസ്, ബാമർ സീരീസ്. ഓക്കെ, അപ്പോൾ ബാമർ സീരീസിൻ്റെ ബാമർ ആണെങ്കിൽ ബാമർ സീരീസിൻ്റെ അകത്ത് N1 എത്രയാണ്? N1 എന്ന് പറയുമ്പോഴത്തേക്കും ലൈമാൻ്റെ N1 1, ബാമറിൻ്റെ N1 2 ആണ്. അപ്പോൾ N2 എത്രയായിരിക്കും? 3, 4, 5 അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. ചോദിച്ചേക്കുന്നത് സെക്കൻഡ് ലൈനാണ്. അപ്പോൾ N1 എന്താണെങ്കിലും N1 2 ആയിരിക്കും. അപ്പോൾ ഇത് 1/2² എന്ന് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് N2 ആണ്. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം നോക്കിയാൽ സെക്കൻഡ് ലൈനാണ്. ഓക്കെ, സെക്കൻഡ് ലൈൻ. അപ്പോൾ രണ്ടാമത്തെ നമ്പർ, അപ്പോൾ 4² ആയിരിക്കും. അവിടെ കഴിഞ്ഞു, ഡൺ. ഇതങ്ങ് കാൽക്കുലേറ്റർ ചേർത്താൽ മതി, ഉത്തരം കിട്ടും. ഇനി അടുത്തത് ഒരു റേഡിയസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ഓർബിറ്റ്. കേട്ടോ, ഓക്കെ, ഇത് റീസെൻ്റായിട്ട് ചോദിച്ചിട്ടില്ല, പക്ഷേ കാണാൻ പഠിച്ചു വെച്ചേക്കാം. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ A0 ഇൻറ്റു n²/z ആയിരിക്കും. A0 ഇൻറ്റു n²/z. ഇതിനകത്ത് A0 എപ്പോഴും 52.9 പൈക്കോമീറ്റർ ആയിരിക്കും. 52.9 പൈക്കോമീറ്റർ ആയിരിക്കും. നിങ്ങൾ 52.9 തന്നെ ഓർത്ത് വെച്ചേക്കാം. എന്നിട്ട് n എന്ന് വെച്ചാൽ എത്രാമത്തെ ഓർബിറ്റാണ്? സെക്കൻഡ് ഓർബിറ്റാണ്. ഓക്കെ. പിന്നെ Z എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് നമ്പറാണ്. ലിഥിയം അല്ലേ, ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കറക്റ്റായിട്ട് ഉത്തരം കിട്ടും. ഫൈനൽ ആൻസർ പൈക്കോമീറ്ററിലായിരിക്കും. ആരും ഓർക്കാം കേട്ടോ, മീറ്ററിലല്ല, പൈക്കോമീറ്ററിലായിരിക്കും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ.